ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ക്രാഫ്റ്റ് ക്രിയേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മേമോ പാഡ് ഉണ്ടാക്കണതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം കണ്ടാലോ. അപ്പോൾ ഞാൻ ആദ്യം A4-ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലൂടെ ഞാൻ തിരമാല പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. 4 വശത്തും തിരമാല പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഞാനങ്ങനെ 4 വശത്തും വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരു സിമ്പിൾ ഡിസൈൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാട്ടോ. പിന്നെ എനിക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, ഞാൻ കുറച്ച് സിമ്പിളിൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ 4 വശത്ത് അങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഫസ്റ്റ് എൻ്റെ ആഗ്രഹം ഒരു മിനി ഡയറി ഉണ്ടാക്കിയാലാണ്. പിന്നെ ഞാൻ വിചാരിച്ചു മേമോ പാഡ് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ഇന്നത്തെ വീഡിയോ മേമോ പാഡ് ആയിക്കോട്ടെ വിചാരിച്ചു. പിന്നെ കുറച്ച് മുന്നേ ആലോചിച്ചിന് ഇന്നത്തെ മേമോ പാഡ് ഉണ്ടാക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഉറപ്പായിട്ടും മേമോ പാഡ് എന്നെ വിടാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ 3 വശത്ത് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. 4-മത്തതും കൂടി ഒന്ന് ഫില്ല് ചെയ്യാണ്ട്. അപ്പോൾ അങ്ങനെ 4 വശത്തും നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ടു ഡു ലിസ്റ്റ് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തു. ഇനി ഞാൻ അടിക്ക് 0 പോലെ ചെറുതായിട്ട് 5 എണ്ണം അടിക്ക് അങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിൻ്റെ നേരെ കുഞ്ഞു വരാളിങ്ങനെ 5 എണ്ണത്തിൻ്റെ നേരെയും വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വരച്ച് കൊടുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യണത് ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ അത് ഞാൻ ചാർട്ട് പേപ്പർ കൊണ്ട് ഒരു ലൈറ്റ് ബ്ലൂ കളർ ചാർട്ട് പേപ്പർ കൊണ്ട് അതൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. എനിക്ക് കളർ പേപ്പറും യൂസ് ചെയ്യാം, ഞാൻ എടുത്തു. പിന്നെ ഞാൻ അങ്ങനത്തെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ വശത്തൊക്കെ പാടെ ഇതാക്കിയിട്ട് നമുക്ക് പശ തേച്ച് കൊടുക്കാം. പശ തേച്ച് കൊടുത്ത് പരത്തിയിട്ട് ആ ഭാഗം ഉണങ്ങി വരുമ്പോൾ നമുക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ ഞാൻ ഇതങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട്, ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കാർഡ്ബോർഡ് പീസ് എടുത്ത് അത് അതിൻ്റെ ബാക്കിൽ നമുക്ക് പശ ആക്കിയിട്ട് അതിമ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മുകൾ വശത്തായിട്ട് ഞാൻ മേമോ പാഡ് നെയ്തിട്ടില്ല ഒരു ഇതൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, മേമോ പാഡ് നെയ്തിട്ടുള്ളൊരു ഇത് ഞാൻ അതിൻ്റെ മുകൾ വശത്ത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഒട്ടിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഒരു ക്യൂട്ട്നെസ്സിന് നമുക്ക് കളർ സ്റ്റിക്കർ ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മേമോ പാഡ് നെയ്തിൻ്റെ അപ്പുറത്ത് ഞാൻ മേമോ പാഡ് ഉണ്ടാക്കി അതിൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യൂട്ട് സ്റ്റിക്കർ എടുത്തിട്ട് ഞാൻ മേമോ പാഡിൻ്റെ അപ്പുറത്ത് ഈ സൈഡിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ ക്യൂട്ട് മേമോ പാഡ് റെഡി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ബൈ.